അവളുടെ ഒരു വേഷം കെട്ടും. എന്താ രഘു, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്റെ രേഖ, ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു. ബ്രില്യന്റ് രേഖ, ബ്രില്യന്റ്. നിനക്ക് മാത്രം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. അല്ല, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ശ്രീലക്ഷ്മി വന്നല്ലോ. നന്നായി വരും. കല്യാണത്തിന് ശേഷം ആദ്യമായി ഓഫീസിലേക്ക് പോവല്ലേ? പഴയ പോലെയല്ല, ഇനി മുതൽ ഉത്തരവാദിത്വം കൂടുതലായിരിക്കും. കമ്പനി സിഇഒയുടെ ഭാര്യയല്ലേ? വേറെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കണ്ട, ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. ശരി അമ്മ. രേഖ, നീ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കേ. രഘു, മിണ്ടാതിരുന്നോണം. വെറുതെ അസിസ്റ്റന്റ് മുൻപ് വെച്ച് നാണം കട. വെറുതെ ആവശ്യമില്ലാത്ത ഓരോരോ ആചാരങ്ങളെ. മോളെ രേഖേ, നിന്നെ വിശ്വസിച്ച് നമ്മുടെ ബിസിനസ്സുകളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ഏറ്റവും ഉത്തരവാദിത്വമുള്ള ചുമതലയാണ് രവി നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. മോളത് ഭംഗിയായി ചെയ്യുമെന്ന് അമ്മയ്ക്കറിയാം. മോളുടെ ജോലി ശ്രദ്ധിക്കുക, അപ്പോ വിജയങ്ങൾ വന്നോളൂ. നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും പരാജയങ്ങളിൽ പെട്ടുപോകുന്നത്. ഇതൊന്നും മോളോട് പറയേണ്ട കാര്യമില്ലെന്നറിയാം. മോൾക്ക് എന്നെക്കാളും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ളതല്ലേ. അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ഉണ്ടാകും. ഓക്കെ, ഇനിയും സമയം വൈകാനില്ല. നേരത്തെ തന്നെ ഓഫീസിലെത്തണം. ഓഫീസിലേക്ക് ഇന്ന് രേഖയുടെ ഫസ്റ്റ് ഡേ ആണ്. രേഖ വരൂ. ശ്രീലക്ഷ്മി പ്ലീസ് കം. അമ്മ വാ. സുരേഷേട്ടാ, വണ്ടി ഒന്ന് നിർത്തിയേ. അയ്യോ മോളെ, നീ ഓഫീസിലേക്കാണോ? അയ്യോ, എന്ത് നല്ല സാരിയാ. ഗായത്രിയമ്മ വാങ്ങിച്ചെന്നായിരിക്കല്ലേ? എന്റെ മോള് നല്ല സുന്ദരിയായിട്ടുണ്ട്. മോക്ക് അവിടെ സുഖാണോന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഈ മുഖം പറയുന്നുണ്ട് മോൾക്ക് അവിടെ പരമസുഖാണെന്ന്. അല്ല, അച്ഛനെവിടെ അമ്മേ? അമ്മ ഒറ്റയ്ക്കേ ഉള്ളോ? മോളുടെ അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞ കാര്യം തൽക്കാലം മോൾ അറിയണ്ട. അറിഞ്ഞാ പിന്നെ മോള് വെറുതെ വിഷമിക്കും. അത് പിന്നെ മോളെ, മോളുടെ അച്ഛനെ കാണാനേ രാവിലെ 2 ആൾക്കാർ വന്നിരുന്നു. അതുകൊണ്ട് അച്ഛൻ വന്നില്ല. അതാ അമ്മ മാത്രം വന്നത്. ശരി അമ്മേ. അമ്മ വാ, കാറിലേക്ക് കയറി. കാറിലേക്കോ? അയ്യോ, അത് വേണ്ട മോളെ. ഒന്നാമതേ അമ്മ ആകെ വേർത്ത് മുഷിഞ്ഞിരിക്കുക. മോള് പൊയ്ക്കോ, ഞാനിവിടുന്ന് നടന്നു പൊയ്ക്കോളാം. അത് പറ്റില്ല. അമ്മ ഒന്നും പറയണ്ട, കാറിലോട്ട് കയറിയേ. അയ്യോ മോളെ, മോള് ഓഫീസിലേക്ക് പോവല്ലേ? അമ്മ ഇപ്പൊ വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് സമയമൊന്നും കളയണ്ട. അമ്മേ, ഞാൻ ആദ്യം ഓഫീസിലേക്ക് അല്ല പോകുന്നേ. പിന്നെങ്ങോട്ടാ? കല്യാണം കഴിഞ്ഞതിന് ശേഷം
പ്രമോഷനായിട്ട് ഞാൻ ആദ്യമായല്ലേ ഓഫീസിലേക്ക് പോകുന്നേ. അതുകൊണ്ട് ആദ്യ ദിവസം ഐശ്വര്യമായിട്ട് ക്ഷേത്രത്തിൽ പോയി തൊഴുത് ഓഫീസിലേക്ക് പോവാന്ന് വിചാരിച്ചു. അത് നന്നായി മോളെ. അമ്മ കേറ്. കൊറേ ദിവസമായില്ലേ ഒരുമിച്ച് ക്ഷേത്രത്തിൽ പോയിട്ട്. വാ അമ്മേ, വാ കേറ്. കേറ്. മോള് കയറി തൊഴുതോളൂ. അമ്മ എണ്ണയും കർപ്പൂരൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. ശരി അമ്മേ. ഒരു പാക്കറ്റ് ചന്ദനത്തിരി, കർപ്പൂര, എണ്ണ, പൂവ്. മോളെന്താ അകത്ത് കയറാതെ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അത് പിന്നെ അമ്മ, എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിലൊന്ന് പോണം. അവിടുന്ന് കോള് വന്നു. എന്തോ പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണ്. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി. അല്ല മോളെ, അത് അമ്മ സമയമില്ല, ഞാൻ പോട്ടെ. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അമ്മേ മഹാമായേ, അമ്മേ ദേവി, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആപത്തുകളെല്ലാം ഒഴിഞ്ഞിരിക്കുന്ന സമയമായത്. മോൾക്ക് അമ്പലത്തിൽ കയറാൻ എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് മനസ്സിലായത്. അഷ്ടമി ദിവസം മാത്രമുള്ള പ്രശ്നങ്ങളിൽ നിന്നും എന്റെ കൊച്ചിനെ ഒരു നിത്യരോഗിയാക്കരുത്. കാവലും കരുതലും കൂടെ ഉണ്ടാവണം. ഒരു നിസ്സഹായയായ അമ്മയുടെ അപേക്ഷയാണിത്. കാത്തുരക്ഷിക്കണേ മഹാമായേ ദേവിയെ.
ഹായ്. വെൽക്കം രേഖ മാഡം. താങ്ക് യു. വാം വെൽക്കം രേഖ മാഡം. രാജനന്ദ്രി ഫുഡ് കോർപ്പറേഷന്റെ ഹെഡായി ചുമതലയേറ്റ രേഖ മാഡത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു രാജാറാം. വെൽക്കം. എന്താണ് സാന്ദ്ര മാഡം, രാവിലെ തന്നെ ടെൻഷനിലാണെന്ന് തോന്നുന്നു. എനിക്കിവിടെ ഏറ്റവും പ്രിയപ്പെട്ടത് സാന്ദ്ര മാഡത്തിന്റെ വെൽക്കം ആണ് കേട്ടോ. വെൽക്കം മാം. താങ്ക് യു സാന്ദ്ര. താങ്ക്സ് എവറിബഡി ഫോർ യുവർ ലവ്ലി വിഷസ്. രാജനന്ദിനി ഫുഡ് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തങ്ങൾ ബ്രദറിൻലോ എന്നെ തന്നെ ഏൽപ്പിച്ചത് എന്നിൽ അത്രമാത്രം വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാലോ. എന്നെ ഒരു ടീം ഹെഡായി ആരും കാണണ്ട. ഞാനും നിങ്ങളിൽ ഒരാളാണ്. എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ ദ വേ, ഇത് റോസ്മേരി. ഹായ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്റെ അസിസ്റ്റന്റ് ആണ്. ശ്രീലക്ഷ്മി വന്നല്ലോ. വെൽക്കം വെൽക്കം മാഡം. വെൽക്കം മാഡം. താങ്ക് യു. വെൽക്കം ശ്രീലക്ഷ്മി. വെൽക്കം മാഡം. വെൽക്കം മാഡം. താങ്ക് യു. വിവാഹത്തിന് ശേഷം ആദ്യമായി ശ്രീലക്ഷ്മി മേഡം ഓഫീസിലേക്ക് വന്ന ദിവസം ഇന്ന്. വി ആർ വെരി ഹാപ്പി. വെൽക്കം മാഡം. വെൽക്കം മാഡം. താങ്ക് യു സോ മച്ച്. വീട് വിൽക്കാൻ പോകുന്ന കാര്യം സരോജത്തോട് ഞാൻ എങ്ങനെ പറയും? അത് കേട്ടാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. എനിക്ക് തന്നെ ആലോചിക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ സരോജത്തിൻ്റെ കാര്യം പറയണോ? എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു. മോള് ജനിച്ചു വളർന്ന വീട്. ഇന്നല്ലെങ്കിൽ നാളെ അവളിതറിഞ്ഞാൽ, രവിസാർ ഇതറിഞ്ഞാൽ, ഈശ്വര, എന്തു മറുപടിയാണ് അവരോട് പറയേണ്ടത്? പക്ഷേ വിൽക്കാതെ തരമില്ലല്ലോ. അഭിമാനം നഷ്ടപ്പെട്ട് ഈ കോളനിയിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ല. ഏതിനും ഇതൊന്നും തൽക്കാലം ആരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. ആദ്യം കച്ചവടം ഒന്ന് ഉറക്കട്ടെ, എന്നിട്ടാവാം ബാക്കിയെല്ലാം. എങ്ങനെയെങ്കിലും സരോജത്തെ പറഞ്ഞ് സമാധാനപ്പെടുത്താം. എൻ്റെ മനസ്സ് അവൾക്കല്ലാതെ വേറെ ആർക്കാ മനസ്സിലാവുക? ആഹാ, ഇവിടെ ഇരുന്ന് വിരുന്നുകാരൊക്കെ പോയോ? ഞാൻ ആദ്യമായിട്ട് കാണുക അവരെ. എന്തായിരുന്നു ഇത്ര സീരിയസ് ആയ ചർച്ച? അല്ല, അത് പിന്നെ മോളുടെ കല്യാണത്തിന് വരാൻ പറ്റാത്തതിന്റെ ഖേദം പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നതാ. ഓ, ഇനി ആരെങ്കിലും ഇതുപോലെ വരുന്നെങ്കിലേ നേരത്തെ പറയണം. എന്നാലല്ലേ ഒരു കവർ പാലെങ്കിലും വാങ്ങിച്ചു വെക്കാൻ പറ്റൂ. ഒരു ചായ പോലും കൊടുക്കാതെ അവരെ അങ്ങ് പറഞ്ഞു വിട്ടു അല്ലേ? അത് സാരമില്ല. ശ്രീടച്ചന്റെ മുഖത്തൊരു തെളിച്ചില്ലാത്തെ? ഓ, ഒന്നുമില്ല. നീ സാധനങ്ങൾ വാങ്ങാൻ പോയിട്ട് എന്തായി? എല്ലാം കിട്ടിയോ? പൈസ തഴഞ്ഞോ? അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ. അച്ഛനൊരു വിശേഷം കേക്കണ്ടേ? ഞാൻ പോണ വഴിക്ക്
അമ്പലത്തിൽ വെച്ച് മോളെ കണ്ടു. മോള് കല്യാണം കഴിഞ്ഞിട്ടേ ആദ്യമായിട്ട് ഓഫീസിൽ പോകുന്ന ദിവസം ഇന്ന്. ഇതെന്താ ഞാൻ മോളെ കണ്ടു എന്ന് പറഞ്ഞോ ഒന്നും മിണ്ടാത്തത്? ഓ, ഞാൻ മാത്രം മോളെ കണ്ടു എന്ന് പറഞ്ഞത് പിടിച്ചില്ല അല്ലേ? അച്ഛൻ വിഷമിക്കണ്ട, നമുക്കൊരു ദിവസം രവിസാറിന്റെ വീട്ടിൽ പോയി മോളെ കാണാം. ആ ശ്രീടച്ച, മോൾ അമ്പലത്തിൽ വന്നിട്ടേ അകത്തേക്ക് കയറിയില്ല. പെട്ടെന്നങ്ങ് മടങ്ങിപ്പോയി. എന്താന്നറിയില്ല, അവൾക്ക് എന്തോ വിഷമമുള്ളതുപോലെ. നമുക്കൊരു കാര്യം ചെയ്യാം, മോളെ കാണാൻ പോകുന്ന ദിവസം അമ്പലത്തിലെ പൂജാരിയെ കൊണ്ട് ഒരു ചരട് ജപിച്ച് മോൾക്ക് കൊടുക്കാം. എന്തേലും ദോഷമുണ്ടേ മാറി കിട്ടുമല്ലോ. അച്ഛൻ എന്ത് പറയുന്നു? അങ്ങനെ ചെയ്യാം. ശ്രീയുടെ എന്തു പറ്റി? ഞാൻ പോയപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി നേരത്തെ വന്നവരുമായിട്ട് വല്ല കുഴപ്പമുണ്ടാക്കിയോ? ഓ, ഇനി അത് ചോദിച്ച എന്റെ നേരെ ചാടി കടിക്കാൻ വരും. എന്തായാലും ആ ഇരുപ്പത്ര പന്തിയല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. Sit down, please. വളരെ പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങൾ നിങ്ങളെ എല്ലാവരെയും അറിയിക്കാനാണ് ഈ കോൺഫറൻസ്. ഒന്ന്, രാജനന്ദിനി ഫുഡ് കോർപ്പറേഷന്റെ ചുമതലകളേറ്റ് ഇന്നു മുതൽ ഓഫീസിൽ സജീവമാകാൻ പോകുന്നത് എന്റെ പ്രിയപ്പെട്ട അനിയത്തിക്കുട്ടി രേഖയാണ്. അനിയത്തിക്കുട്ടിക്ക് എന്റെ എല്ലാവിധ ആശംസകളും. അതോടനുബന്ധിച്ച് രാജനന്ദിനി ഫുഡ് പ്രൊഡക്ട്സിന്റെ ബിസിനസ് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ എക്സ്പോർട്ടിംഗ് സെക്ഷൻ നമ്മൾ വിലയിരുത്താൻ പോകുന്നു. ഈ പ്രോജക്റ്റിനായി 280 കോടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കൺഗ്രാറ്റുലേഷൻസ് രേഖ. താങ്ക് യു രഘു. ഇനി രണ്ടാമത്തെ കാര്യം, വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ തുടക്കകാലം മുതൽ ഇപ്പോൾ വരെ ഏറ്റവും നല്ല അഭിപ്രായവും ലാഭവും നമ്മുടെ കമ്പനിക്ക് ലഭിച്ചിട്ടുള്ളത് രാജനന്ദിനി സാരീസിൽ നിന്നാണ്. ഇതുവരെ രാജനന്ദിനി സാരീസിന് മാത്രമായി ഒരു എക്സ്ക്ലൂസീവ് റീറ്റെയിൽ ഷോറൂം നമുക്കില്ല. രാജനന്ദിനി സാരീസിന്റെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു എക്സ്ക്ലൂസീവ് റീറ്റെയിൽ ഷോറൂം നമ്മൾ തുടങ്ങാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരും ഞാൻ അറിയിക്കുകയാണ്. അത് വളരെ നല്ല ആശയമാണ് രവി സർ. രാജനന്ദിനി ബ്രാൻഡിന്റെ സാരീസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ വാങ്ങാമല്ലോ. ഗ്രേറ്റ് ഐഡിയ. എക്സാക്ട്ലി, യു റൈറ്റ് മിസ്റ്റർ ദേവാനന്ദ്. ഈ പ്രോജക്ടിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ഞാൻ ഏൽപ്പിക്കുന്നത് എന്റെ പ്രിയ പത്നിയും രാജനന്ദിനി ഇൻഡസ്ട്രീസിന്റെ വർക്കിംഗ് ചെയർപേഴ്സണുമായ ശ്രീലക്ഷ്മിയാണ്. ഈ പ്രോജക്റ്റിനായി 300 കോടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്.